നമസ്കാരം. ഭരിച്ചു മുടിച്ച് കേരളത്തെ കുട്ടിച്ചോറാക്കി മാറ്റുകയാണ് കേരളത്തിലെ പിണറായി സർക്കാർ എന്ന കാര്യം ഒരു വട്ടം പറഞ്ഞാൽ തീരുന്നതല്ല. ഏത് വകുപ്പ് എടുത്താലും നല്ലത് പറയാനില്ല. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും സർക്കാരിനെ കുറ്റം പറയുവാൻ നിൽക്കുകയാണെന്ന്. എന്ത് ചെയ്താലും സർക്കാരിനെ കുറ്റം പറയുന്നു എന്നും. എന്നാൽ അത് അങ്ങനെയല്ല. രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരു നിമിഷം ചിന്തിച്ചാൽ പറയുന്നതിൽ കാര്യമുണ്ട് എന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിവരവുമില്ലാതെ കയറിയിരിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതിൻ്റെ പേരിൽ എന്തൊക്കെയായിരുന്നു വിവാദം? അതൊക്കെ ഒരു വശത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം ചോദ്യചിഹ്നമാകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ശുചിമുറിയിലാണ് എന്നാണ് റിപ്പോർട്ട്. കാസർഗോഡ് അടൂരിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. കുടുംബശ്രീ അംഗങ്ങൾ ആരംഭിച്ച മാ കെയർ യൂണിറ്റ് സംരംഭമാണ് സ്കൂളിലെ ശുചിമുറികൾക്കുള്ളിൽ പ്രവർത്തിക്കുന്നത്. അടുത്തിടെയാണ് സ്കൂളിൽ കുടുംബശ്രീ അംഗങ്ങൾ സംരംഭം ആരംഭിച്ചത്. ഉപയോഗിക്കാത്ത ശുചിമുറിക്ക് സമീപത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. മുമ്പ് ഉപയോഗിച്ചിരുന്ന വാതിലുകൾ പോലുമില്ലാത്ത ശുചിമുറികൾക്ക് മുമ്പിലാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കുന്നത്. ശുചിമുറി കെട്ടിടങ്ങളിൽ ടാർപോളിനും തറയിൽ കാർപ്പറ്റും വിരിച്ചാണ് പ്രവർത്തനം. ഭക്ഷണം വാങ്ങിക്കഴിച്ച വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായും ആരോപണമുണ്ട്. ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് സ്ഥലമില്ലാത്തതിനാലാണ് ശുചിമുറിക്ക് സമീപം പ്രവർത്തിക്കുന്നതെന്നാണ് അധികൃതരുടെ വാദം. എന്നാൽ ഈ ഒരു ന്യായീകരണം കൊണ്ട് ശരിക്കും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാകുമോ? കുട്ടികൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു സംരംഭം രൂപീകരിച്ചതെന്നു പോലും. എന്നിട്ട് ഇതുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം നശിപ്പിക്കാനല്ലേ ഉതകൂ? ഇതാണ് ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ മേന്മ. ഇനി ആരോഗ്യരംഗമെടുത്താൽ അവിടുത്തെ പുകിലുകളെക്കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. ആളുകളെ കൊലയ്ക്ക് കൊടുക്കലും കെടുകാര്യസ്ഥതയും അത് ആരെങ്കിലും തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചാൽ അപ്പോൾ അവർക്കെതിരെ നടപടിയും. പിന്നെ ആരോഗ്യവകുപ്പിലെ പ്രവൃത്തികൾ നടക്കുന്നത് അത്ര ആരോഗ്യപരമായിട്ടല്ല എന്ന് മന്ത്രി സജി ചെറിയാനും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തന്റെ ജീവൻ പോകുമെന്ന അവസ്ഥയിൽ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണെന്ന സത്യവും അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തു. പിണറായി സഖാവിന്റെ മരുമകൻ മന്ത്രിയുടെ പൊതുമരാമത്ത് വകുപ്പിനെ കുറിച്ച് പറയാതിരിക്കുന്നതും ഭേദം. റോഡെല്ലാം തോടായ അവസ്ഥയാണ്. റോഡുകളിലെ കുണ്ടും കുഴികളും കൊണ്ട് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ മേല. സ്മാർട്ട് റോഡുകളാണെങ്കിലോ പിന്നെ പറയുകയും വേണ്ട. വിള്ളലുകളും ഒരു ഒന്നൊന്നര കുഴികളുമാണ്. എന്നാലും കുഴിയില്ലാത്ത സ്ഥലം നോക്കി റീലിട്ട് റിയാസ് പിടിച്ചു നിൽക്കും. പറഞ്ഞാൽ ഇനിയുമുണ്ട്. തൽക്കാലം ഇവിടെ നിർത്താം പിണറായി ദുരന്തം.